എല്ലാവരും സുഖമായിരിക്കുന്നത് കരുതുന്നു. ഇന്ന് ഞാനിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു 4 മണി പലഹാരമാണ്, കുഞ്ഞിക്കലത്തപ്പം. കുഞ്ഞിക്കലത്തപ്പത്തിന് മുമ്പ് കലത്തപ്പം കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം മെത്തേഡ് തന്നെയാണ്, പക്ഷെ നമ്മളത് വളരെ ഈസി ആയിട്ട് ചെറിയ അപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, കുഞ്ഞു കലത്തപ്പമായിട്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട്. കലത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരി അരച്ചും ഉണ്ടാക്കാം, പക്ഷേ അരി, ചോറ് ഇതെല്ലാം വേണമല്ലോ. അതിനേക്കാൾ എളുപ്പമായിട്ട് തോന്നിയത് പത്തിരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. 2 കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ശരിക്കും ജീരകം 1 ടീസ്പൂൺ ചേർക്കണം, പക്ഷേ എനിക്ക് അത്ര ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഏലക്ക അല്ലെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അടുത്ത 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ പത്തിരിപ്പൊടി അളന്നെടുത്ത് ആ സെയിം കപ്പിൽ തന്നെ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. തേങ്ങ നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞ് കിട്ടുന്നവരെ അരച്ചെടുക്കുക. അതൊരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കുക. അടുത്തൊരു പാൻ ചൂടായി വരുമ്പോൾ 1/4 കപ്പ് വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ചേർത്ത് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ തേങ്ങയിട്ട് ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളി കൂടെ ചേർത്തിട്ട് ഗോൾഡൻ കളറാകുന്നവരെ വറുത്ത് കൊള്ളണം കേട്ടോ. തേങ്ങയുടെ കൂടെ ഉള്ളി ഒന്നിച്ചിടരുത്, എങ്കിൽ ഉള്ളി കരിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു ചൂട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പകുതി വെച്ചിടുന്നത് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ആ ഗോൾഡൻ കളറാകുന്നവരെ വറുത്തിട്ട് അത് കോരി മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ശർക്കര ഉരുക്കാനായിട്ട് വെക്കണം. ശർക്കര ഞാനിവിടെ 300 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. പൊടിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അരിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിക്കുക കേട്ടോ. തിളച്ചിട്ട് അതൊന്ന് ബോയിൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ ചൂടോടുകൂടി തന്നെയാണ് നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം നമ്മളത് ഒഴിക്കുന്നതിനനുസരിച്ചിട്ട് കയ്യിലൊരു വിസ്ക് വെച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ ഒരു ആര് പോലെയൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങാക്കൊത്തും ആ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പ് ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ലാസ്റ്റ് ഞാനിവിടെ ആ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പകുതിയെ ചേർക്കുന്നുള്ളൂ. പകുതി ഞാൻ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മേലെ ഇടാൻ വേണ്ടി കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ അപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പച്ചട്ടിയിൽ ലേശം ഗീ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, ഒരുപാട് വേണ്ട. ഇനി ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതിൻ്റെ മേലെ നേരത്തെ മാറ്റി വെച്ചിരുന്ന കുറച്ച് ചെറിയ ഉള്ളിയും തേങ്ങാക്കുത്തും ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അടച്ച് വെക്കുക. ഒരു 2-3 മിനിറ്റ് നമ്മളുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ടാക്കും. ഇതിനെ തിരിച്ചിടണമെന്നൊന്നും ഇല്ല കേട്ടോ, വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. നല്ല അടിപൊളി കലത്തപ്പമാണ്. മറ്റേ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നേരം എടുക്കും, ഏകദേശം ഒരു 40-45 മിനിറ്റ്സ് എങ്കിലും നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ടില്ലേ, ഞാൻ ഇതിലൊന്ന് തണുത്തത് നോക്കി ഒരെണ്ണം ഓപ്പൺ ചെയ്ത് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ആരെടുത്ത നല്ല അടിപൊളി കലത്തപ്പമാണ്. നമ്മുടെ മലബാർ ഏരിയകളിലാണ് ഇത് കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. ഇങ്ങോട്ട് തിരുവനന്തപുരത്തൊന്നും അത്ര പോപ്പുലർ അല്ല കേട്ടോ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കലത്തപ്പം കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടെ, നല്ല ആരെടുത്ത കലത്തപ്പമാണ്. നമ്മളിപ്പോൾ കുക്കറിൽ ഉണ്ടാക്കിയാലും ഏകദേശം ഇതുപോലെ തന്നെ വരും, പക്ഷെ നമ്മൾ പീസായിട്ട് കട്ട് ചെയ്യണ്ടേ, പിന്നെ കുറേ ടൈം എടുക്കുകയും ചെയ്യും. ഇതാകുമ്പോഴത്തേക്ക് 2 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു കലത്തപ്പം റെഡി ആവും കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. എനിക്കാണെങ്കിൽ തേങ്ങ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കൂടുതൽ തേങ്ങ ഇടും. അപ്പം നല്ല ടേസ്റ്റാണ്, അതിൻ്റെ പഞ്ഞി പോലെ ഇരിക്കുകയും ചെയ്യും. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.